അങ്ങനെ നമ്മുടെ നഗരത്തിൻ്റെ പിതാവ് ജനങ്ങൾക്കിടയിലുള്ള ബുദ്ധിമുട്ടൊക്കെ കണ്ട് പഠിക്കാൻ വേണ്ടി എന്താ പറയുക ഇറങ്ങി തിരിച്ചത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ അനുകൂലിക്കുന്നു, ആ കാര്യത്തിന് നമ്മൾ അഭിനന്ദിക്കുന്നു. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. കാരണം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ രാജേഷണ്ണ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ രാജേഷണ്ണ ഇവിടെ കാണിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു കാര്യം ഇവിടെ കാണിച്ചു തരാം. അമ്മ പറഞ്ഞ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നമസ്കാരം അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും, അതും അല്ലെങ്കിൽ എന്താ പറയുക ഈശോ മിശിഹ സ്തുതിയായിരിക്കട്ടെ, ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ അതുകൊണ്ടുള്ള അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതിന് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു സംസ്കാരത്തിൻ്റെയും ഒരു മതത്തിൻ്റെയും കൂടി ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. ഇതാരാണോ പറയുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ചും മടക്കുന്നത് എന്താ പറയുക ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരാൾ നമ്മളെ അവരുടെ സംസ്കാരത്തിൻ്റെ രീതിയിൽ ബഹുമാനിക്കുമ്പോൾ തിരിച്ചും അവരുടെ ഭാഷയെ തന്നെ മറുപടി നൽകുന്നത് എന്താ പറയുക അതൊരു വലിയൊരു പരിഗണനയാണ്. അത് കേൾക്കുന്നവർക്കും ഒരുപാട് എന്താ പറയുക സന്തോഷവും ഉണ്ടാകും. അതാണ് ഇവരും മറ്റുള്ള പാർട്ടിക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തായിരുന്നാലും വിഴിഞ്ഞംകാരുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടു പഠിച്ച് അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി നമ്മുടെ രാജേഷണ്ണ ഇങ്ങ് എത്തിയല്ലോ. വളരെ സന്തോഷം.